ഇന്ന് നമ്മൾ ചിടിയാ കാ ഘർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കവിതയാണ് എടുക്കാൻ പോകുന്നത്. നിരങ്കാർ ദേവ് സേവക്കാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. എന്താണ് കവിതയുടെ പേര്? ചിടിയാ കാ ഘർ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. ചിടിയ എന്താണ്? പക്ഷിയാണ് ചിടിയ. ചിടിയാ കാ ഘർ. ഘർ പറഞ്ഞാൽ എന്താണ്? വീട്. ചിടിയാ കാ ഘർ, പക്ഷിയുടെ വീട്. അതായത് പക്ഷിയുടെ വീട് എങ്ങനെയാണ്? പക്ഷിക്കൂട് അല്ലേ? പക്ഷിക്ക് കൂടാണ് ഉണ്ടാവുക. പക്ഷിക്കൂട് എന്നാണ് ചിടിയാ കാ ഘർ എന്ന് പറഞ്ഞാൽ. നമുക്കെല്ലാവർക്കും വീടുകളുണ്ട് അല്ലേ? നിങ്ങൾക്കും വീടുണ്ട്. അതുപോലെ ആർക്ക് വീടുണ്ട്? പക്ഷിക്കും വീട് ഉണ്ട്. അപ്പൊ ആ പക്ഷി എങ്ങനെയാണ് വീടുണ്ടാക്കുന്നത് എന്ന് നമുക്ക് കവിതയിലൂടെ നോക്കാം. നമ്മളെല്ലാവരും വീടുണ്ടാക്കുന്നു. നമ്മൾ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നു. പക്ഷികൾ എങ്ങനെയാണ് അവരുടെ കൂട് ഉണ്ടാക്കുന്നത്? ചിടിയാ ലിയേ ചോഞ്ച് മേൻ തിനക ചലി ബനാനെ ഘർ കോൻ രഹേഗാ ഉസ് ഘർ കെ അന്തർ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. ചിടിയാ ലിയേ ചോഞ്ച് മേം തിനക. ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട്. ചോഞ്ച് ചുണ്ട്. പക്ഷികളുടെ ചുണ്ട് കണ്ടില്ലേ? കൂർത്ത നീണ്ട ചുണ്ടുകൾ ഉണ്ടായിരിക്കും. ആ ചുണ്ടുകള് തിനുക്ക എന്ന് പറഞ്ഞാൽ പുൽക്കൊടി. ചുണ്ടുകളില് പുൽക്കൊടിയൊക്കെ കൊത്തി അങ്ങനെ പറന്നു പോകുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അവര് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുൽക്കൊടിയൊക്കെ കൊത്തിയിട്ട് ഇങ്ങനെ പറന്നു പോകുന്നത്. കാക്ക കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുണ്ടില് ഓരോ എന്താണ് പറയാ, കൂടിന് വേണ്ട ആവശ്യമായിട്ടുള്ള ചുള്ളിക്കമ്പുകളും അതുപോലെ തന്നെ ചകിരി നാര് അങ്ങനെയുള്ളതൊക്കെ കൊത്തി പറന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഈ പക്ഷി എന്താ ചെയ്യുന്നത്? ചുണ്ടില് തിനുക്ക എന്ന് പറഞ്ഞാൽ പുൽക്കൊടിയും ചുണ്ടിനുള്ളില് പിടിച്ചുകൊണ്ട് ചലി ബനാനെ ഘർ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചലി ബനാന പറഞ്ഞ ഉണ്ടാക്കുക. ചലി പോയി, ഘർ വീടുണ്ടാക്കാൻ പോയി. കോൻ രഹേഗാ. കോൻ എന്ന് പറഞ്ഞാൽ ആര്? കോൻ ആര്? രഹ്ന താമസിക്കുക. രഹേഗ താമസിക്കും. കോൻ രഹേഗ ആര് താമസിക്കും? കോൻ രഹേഗ ആര് താമസിക്കും? രഹേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? താമസിക്കുക. അവിടെ ഏക എന്നാണ് ചേർത്തത് അല്ലേ? അപ്പോ പഠന എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നറിയാം. പഠേക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ പഠിക്കും. പഠേക പഠിക്കും. ലിഖന എഴുതുക. ലിഖേക എഴുതും. മനസ്സിലായില്ലേ? കോൻ രഹേഗ ആര് താമസിക്കും? ഉസ് ഘർ കെ അന്തർ. ഉസ് പറഞ്ഞ ആ, ഘർ വീട്. ഉസ് ഘർ ആ വീട്. കെ അന്തർ ഉള്ളില്. ആ വീടിന്റെ ഉള്ളിൽ. ഉസ് ഘർ കെ അന്തർ ആ വീടിന്റെ ഉള്ളിൽ ആര് താമസിക്കും? അതായത് ചിടിയ ഒരു വീടുണ്ടാക്കുന്നു. ആ വീടിന്റെ ഉള്ളില് ആര് താമസിക്കും എന്നാണ് ചോദിച്ചത്. ഒന്നും കൂടെ നോക്കാം. ചിടിയാ ലിയേ ചോഞ്ച് മേൻ തിനുക. പക്ഷി ചുണ്ടിൽ പുൽക്കൊടിയുമായിട്ട് ചലി ബനാനെ ഘർ വീടുണ്ടാക്കാൻ പോയി. കോൻ രഹേഗ ആര് താമസിക്കും? ഉസ് ഘർ കെ അന്തർ ആ വീടിന്റെ ഉള്ളിൽ. മനസ്സിലായില്ലേ? ഇനി ബാക്കി നോക്കാം. ചിടിയാ കെ ദോ ബച്ചേ ഹോങ്കേ. ചിടിയ പക്ഷിക്ക് ദോ രണ്ട്. അപ്പൊ ഒന്നിന് എന്താ പറയാ? ഏക്, ദോ, തീൻ, ചാർ, പാഞ്ച്, ഛ്, സാത്, ആഠ്, നൗ, ദസ്. ദസ് പറഞ്ഞാല് 10. ഏക് 1, ദോ 2, തീൻ 3, ചാർ 4, പാഞ്ച് 5. നമുക്കിവിടെ പഠിക്കാനുള്ള എന്താണ്? ദോ പറഞ്ഞാല് 2. ചിടിയാക്കേ
दो बच्चे होंगे. പക്ഷിക്ക് 2 ബച്ചേ കുട്ടികൾ ഹോങ്കെ ഉണ്ടാകും. ആ പക്ഷിക്ക് 2 കുട്ടികൾ ഉണ്ടാവും. ആ കുട്ടികളാണ് ആ കൂട്ടില് താമസിക്കുക. ഉസ് ഘർ കെ അന്തർ, ആ വീട്ടിന്റെ ഉള്ളിൽ. ഉസ് ഘർ കെ അന്തർ, ആ വീട്ടിന്റെ ഉള്ളിൽ ആരാണ് താമസിക്കുന്നത്? ആ 2 കുട്ടികൾ. ആര് താമസിക്കും? ആര് താമസിക്കും എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഘർ കെ അന്തർ കോൻ രഹേഗാ? ദോ ബച്ചേ അല്ലെ, 2 കുട്ടികൾ. ചിടിയാക്കെ ദോ ബച്ചേ, പക്ഷിയുടെ 2 കുട്ടികൾ ആ വീട്ടില് താമസിക്കും. പർ നിഗലെ തോ ഉഡ് ജായേങ്കെ. പർ എന്ന് പറഞ്ഞാല് പങ്ക്, പങ്ക്, പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക്. പർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് അർത്ഥം? ചിറക്. പക്ഷികൾക്ക് ചിറക് ഉണ്ടാവൂലേ, ആ ചിറക് ഉപയോഗിച്ചിട്ടാണ് അവരെങ്ങനെ സുന്ദരമായിട്ട് പറന്നു പോവുക. അപ്പൊ പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്ക്, ചിറക്. പർ നിഗൽന എന്ന് പറഞ്ഞാല് ചിറക് മുളയ്ക്ക. പക്ഷികൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചിറക് മുളച്ചു വരും. എന്താണ് പർ നിഗൽന? ചിറക് മുളയ്ക്കുക. പർ നിഗലേത്തോ, ചിറക് മുളച്ചാൽ. ഉഡ് ജായെങ്കി, പറന്നു പോകും. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ കൂട്ടിൽ തന്നെ ഇരിക്കോ? ചിറക് മുളച്ചു കഴിഞ്ഞാല് എല്ലാരും പറന്നു പോകൂലേ. അപ്പൊ എന്താ പറഞ്ഞത്? ചിറക് മുളച്ചാൽ ഉഡ് ജായെങ്കി, പറന്നു പോകും. ഫർ ഫർ നല്ല ഫർ വെച്ചിട്ട് പറന്ന് അങ്ങോട്ട് പോകും പക്ഷെ കുഞ്ഞുങ്ങൾ ചിറക് മുളച്ചു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയാണ് ഈ കവിത ഉള്ളത്. ഒരു കുഞ്ഞു കവിതയാണ്. ഈ വരികൾ നമുക്കൊന്നുകൂടെ നോക്കാം. चिड़िया के 2 बच्चे होंगे उस घर के अंदर. पर निगले तो, पर निगले तो पंख, निगले तो ചിറക് മുളച്ചാൽ. ഉഡ് ജായെങ്കെ, പറന്നു പോകും. ഫർ എന്ന് പറന്നു പോകും. ചിറക് മുളച്ചു കഴിഞ്ഞാല് പക്ഷി കുഞ്ഞുങ്ങളൊക്കെ പറന്നു പോകും. ഇനി ഇതിലുള്ള വർക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പഹ്ചാനേം ലിഖേം, തിരിച്ചറിയൂ, എഴുതൂ. തിനുക്ക ചോഞ്ച്, അതായത് ഇവിടെ പിക്ചറിൽ 2 ബലൂണിൽ എഴുതാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഒരു ബലൂണ് ചുണ്ടിന് നേരെയും ഒരു ബലൂണ് എവിടേക്കാണ്? ഈ പുൽക്കൊടിക്ക് നേരെയുമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ നേരെ നോക്കിയിട്ട് ഏത് ബോക്സിലാണോ തിനക്ക എഴുതേണ്ടത് അവിടെ തിനക്ക എന്നെഴുതുക. ചോഞ്ച് എഴുതേണ്ടത് എവിടെയാണോ അവിടേക്ക് ചോഞ്ച് എന്നും എഴുതുക. ഈ പിക്ചർ നോക്കി ഒന്ന് മനസ്സിലാക്കി നോക്കൂ. കണ്ടോ പിക്ചറിൽ ഈ നൂലിങ്ങനെ പോയിട്ട് എവിടെയാണ് എത്തിയത്? ചുണ്ടിലാണ് എത്തിയത് അല്ലേ. അപ്പൊ ചുണ്ടിന് എന്താ പറയുന്നത്? ചോഞ്ച്, ചോഞ്ച്. ആ ചോഞ്ച് ഇവിടേക്ക് എഴുതാം. കണ്ടോ, ആ ചോഞ്ച് എന്നത് ഇവിടേക്ക് എഴുതുക. അടുത്തത് ഈ ബലൂണിന്റെ നൂല് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? പുൽക്കൊടിയിലേക്കാണ് അല്ലേ. അപ്പോ പുൽക്കൊടിക്ക് എന്താണ്? തിനക്ക, തിനക്ക. ഇതും ഇവിടേക്ക് എഴുതാം. അപ്പൊ അത് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ചിടിയാക്കി ചോഞ്ച് മേ ക്യാ ഹെ, ചിടിയയുടെ ചുണ്ടിൽ എന്താണ് ഉള്ളത്? ചോദ്യാണ്. എന്താണുള്ളത്? നമ്മൾ കണ്ടു അല്ലേ, ചിടിയ പക്ഷിയുടെ ചുണ്ടില് ചുണ്ടില് കൊത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്തോ സാധനം. അതെന്താണെന്നാണ് ചോദിച്ചത്. അത് നമ്മൾ പഠിച്ചതാണ് എന്താ സാധനം അല്ലെ. എന്താണ്? പുൽക്കൊടിയാണ്. പുൽക്കൊടിക്ക് എന്താ പറയാ? ഇവിടെ ഒരു ബോക്സിലുണ്ടല്ലോ, തിനുക്ക. എന്താണ് പറയാ? തിനുക്ക. അപ്പൊ നമ്മൾ ആൻസർ എഴുതേണ്ടത് ചിടിയ എന്നെഴുതാ. ആദ്യം തന്നെ ചിടിയ എന്നെഴുതാ, കീ എന്നെഴുതാ, ചോഞ്ച് എന്നെഴുതാ, മേം എന്നെഴുതാ. ഇതുവരെ നമ്മൾ ചോദ്യത്തിലുള്ള ഭാഗം തന്നെ എഴുതിയെടുക്കുക. ഈ ചോദ്യത്തിലുള്ള ഭാഗം തന്നെ മുഴുവൻ ഇത് തന്നെ എഴുതിയെടുക്കുക. അതുവരെ എഴുതിയെടുക്കുക. ഇതുവരെ എഴുതിയതിനു ശേഷം ക്യാ എന്ന് കണ്ടില്ലേ? ക്യാ എന്താണ് ചോദിച്ചില്ലേ? ചിടിയാക്കി ചോഞ്ചുമേ ക്യാ ഹെ, ചിടിയയുടെ ചുണ്ടിൽ എന്താണുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ക്യാ എന്ന ഈ സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. എന്താണ് എഴുതുക? ചിടിയാക്കി ചോഞ്ചുമേ തിനക്ക ഹെ. ഇവിടെ ക്യാ എന്നുള്ള സ്ഥലത്ത് എന്ത് എഴുതണം? തിനക്ക എന്നെഴുതണം. മനസ്സിലായില്ലേ? തിനക്ക എന്നെഴുതുക. അപ്പൊ ആൻസർ എങ്ങനെയാണ് വരിക? ചിടിയാക്കി ചോഞ്ച് മേ തിനക്ക ഹെ. മനസ്സിലായ?
അപ്പം അത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. ഈ കവിത നല്ലോണം വായിച്ച് പഠിക്കുക. അക്ഷരങ്ങളൊക്കെ ചിഹ്നങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് പഠിക്കുക. 5ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹിന്ദിയിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വർക്ക് ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.